ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിനെ പറ്റിയാണ്. സാധാരണ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിലുപരി ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് കൂടുതലായും പറയുന്നത്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ബ്ലഡിലെ കൊളസ്ട്രോൾ ഹൈ ആണെന്ന്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായി കൊളസ്ട്രോൾ കൂടി വരുമ്പോൾ ഡോക്ടേഴ്സ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിന് എഴുതും. എന്താണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്, ഇതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതായത് സാധാരണ നമ്മൾ കൊളസ്ട്രോൾ ചെയ്യുന്നതിലുപരി ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിൽ ചെയ്യുന്നത് വഴി എന്തെല്ലാം കാര്യങ്ങൾ അറിയാം, ഇവയെല്ലാമാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് അഥവാ ലിപ്പിഡ് പാനൽ എന്ന് പറഞ്ഞാൽ ഇത്രയും സെറ്റ് ടെസ്റ്റുകൾ വരുന്നതാണ്. ഒന്നാമത്തെ ടെസ്റ്റ് കൊളസ്ട്രോൾ, 2 ട്രൈഗ്ലിസറൈഡ്, HDL, LDL, VLDL ഇത്രയും അടങ്ങുന്നതാണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്. പറഞ്ഞ ലിപ്പിഡ്സിനെ അഥവാ ഫാറ്റിനെ പറ്റി, ഓരോ ലിപ്പിഡ്സിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് കൊളസ്ട്രോൾ. നമുക്കറിയാം, നമുക്ക് കൊളസ്ട്രോൾ ലഭിക്കുന്നത് ഫാറ്റ് അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങളിൽ നിന്നാണ്. നോർമൽ രീതിയിൽ നമ്മുടെ ശരീരത്ത് കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. അതേസമയം കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടാൻ പാടില്ല. അപ്പം നോർമൽ രീതിയിൽ നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കൊളസ്ട്രോൾ ആവശ്യം? നമ്മുടെ ശരീരത്തിലെ പല കാര്യങ്ങൾക്കും കൊളസ്ട്രോൾ ആവശ്യമാണ്. സെല്ലുകളുടെ നോർമൽ ഫങ്ഷനും, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചർ നിലനിർത്തുന്നതും, അതുപോലെ തന്നെ ഹോർമോണുകളുടെ ആക്ഷൻ, വൈറ്റമിൻ ആക്ഷൻ, ഇവയൊക്കെ എല്ലാത്തിനും കൊളസ്ട്രോൾ അത്യന്താപേക്ഷിതമാണ്. കൊളസ്ട്രോൾ നമ്മളുടെ ശരീരത്ത് നോർമൽ രീതിയിൽ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ഓരോ ഫങ്ഷനും കൊളസ്ട്രോൾ അഥവാ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഈ കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. അതേസമയം കൊളസ്ട്രോൾ അമിതമാകാൻ പാടില്ല. നമ്മളൊരു ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ മാത്രമായിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ള വാല്യൂ, അതായത് കറക്റ്റ് വാല്യൂ ആണ് കൊളസ്ട്രോളിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ കൊളസ്ട്രോളിനകത്ത് തന്നെയുള്ള മറ്റ് ടെസ്റ്റുകൾ, അതായത് ലിപ്പിഡ് പ്രൊഫൈലിനകത്ത് വരുന്ന മറ്റ് ടെസ്റ്റുകളാണ് HDL, LDL ഇവയെല്ലാം തന്നെ. അതിൽ HDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് കൊളസ്ട്രോൾ ആണ്, നമുക്ക് വേണ്ട കൊളസ്ട്രോൾ ആണ്. അതേസമയം LDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ബാഡ് കൊളസ്ട്രോൾ ആണ്. നോർമൽ രീതി വേണം, പക്ഷേ അത് ബാഡ് കൊളസ്ട്രോൾ ആണ്. ഇങ്ങനെ വരുമ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ HDLൻ്റെയും LDLൻ്റെയും കൂടെ ഒരു സമ്മാണ് നമുക്ക് കൊളസ്ട്രോൾ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഏകദേശം ഒരു 300 ഉണ്ട് കൊളസ്ട്രോൾ എങ്കിൽ അതിൽ HDLും കാണും, LDLും കാണും. അപ്പോൾ കറക്റ്റായിട്ട് കൊളസ്ട്രോൾ കൂടുതലാണ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിൽ ചിലപ്പോൾ HDL ആയിരിക്കും കൂടുതൽ, അതായത് ഗുഡ് കൊളസ്ട്രോൾ ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ LDL ആയിരിക്കും കൂടുതൽ. LDL ശരീരത്ത് കൂടാൻ പാടില്ല. അപ്പോൾ കറക്റ്റുള്ള വാല്യൂ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് നോക്കുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, HDL, LDL, VLDL എന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിൽ നിന്ന് അറിയാൻ പറ്റും. ഇനി കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ ലെസ് ദാൻ 200 mg/% ഡിസൈറബിൾ. ആവശ്യമായിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 200 താഴെ വേണം കൊളസ്ട്രോൾ. അതേസമയം ബോർഡർ ലൈൻ ആണെങ്കിൽ 200 മുതൽ 239 mg/% വരെയാണ്. അടുത്തത് ഹൈ റിസ്ക് ആണെങ്കിൽ 239 മേളിലാകും. 239 മേളിൽ കൊളസ്ട്രോൾ കൂടാൻ പാടില്ല. അതിൻ്റെ ഫലമായിട്ടാണ് കൊളസ്ട്രോൾ ആർട്ടറി, ബ്ലഡ് വെസൽസിനുള്ളിൽ കൊളസ്ട്രോൾ അടിയുകയും ഇതിൻ്റെ ഫലമായി ബ്ലഡ് സപ്ലൈക്ക് തടസ്സമുണ്ടാകുകയും ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഡിസീസ് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ കൊളസ്ട്രോൾ ലെസ് ദാൻ 200 mg/% വരെ വേണം, അതിൽ കൂടാൻ പാടില്ല. 239 കൂടിക്കഴിഞ്ഞാൽ അത് റിസ്ക് കൂടുതലാണ്, നമ്മുടെ ശരീരത്തിന് അത് റിസ്ക് ആണ്. അപ്പോൾ കൊളസ്ട്രോൾ നോർമൽ രീതിയിൽ വേണം, കൂടാൻ പാടില്ല. ഇനി അടുത്ത ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈലിനകത്ത് വരുന്ന അടുത്ത ടെസ്റ്റാണ് ട്രൈഗ്ലിസറൈഡ്. ട്രൈഗ്ലിസറൈഡിനെ ശരിക്കും എനർജി പാക്കറ്റ് എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് എനർജി പാക്കറ്റ് എന്ന് വിളിക്കുന്നത്? ആക്ച്വലി ഇത് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള എനർജി ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് അഥവാ അന്നജം അടങ്ങിയ ആഹാരം, ഫാറ്റ് അടങ്ങിയ ആഹാരം, ഇവയിൽ നിന്നെല്ലാം തന്നെ എനർജിയെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയും നമ്മുടെ ശരീരത്തെ എപ്പോഴെങ്കിലും എനർജി ആവശ്യമാകുന്ന സമയത്ത് ഇവിടെ നിന്നും ട്രൈഗ്ലിസറൈഡിൽ നിന്നും ഉള്ള എനർജി അവിടേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ ടിഷ്യൂസിലോട്ടും നമ്മുടെ സെല്ലുകളിലോട്ടും എല്ലാം കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ട്രൈഗ്ലിസറൈഡിൻ്റെ നോർമലായിട്ടുള്ള ഫങ്ഷൻ.
ഇപ്പോൾ കൊളസ്ട്രോളിനെ പോലെ തന്നെ ട്രൈഗ്ലിസറൈഡും നമ്മുടെ ശരീരത്തിലെ നോർമൽ ഫങ്ഷൻ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഫാറ്റ് മെറ്റബോളിസം നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കുകയുള്ളൂ. ഗ്ലൂക്കോസിൽ നിന്ന് എനർജി ലഭിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫാറ്റിൽ നിന്നും വേണം. കാരണം നമ്മുടെ ശരീരത്തിൽ സ്ട്രക്ചർ നിലനിർത്താനും നമ്മുടെ സെല്ലുകളുടെ നോർമൽ ഫങ്ഷനും അതുപോലെ തന്നെ ഹോർമോണൽ ആക്ഷനും വൈറ്റമിൻസിൻ്റെ ആക്ഷനും എല്ലാത്തിനും തന്നെ കൊളസ്ട്രോൾ അഥവാ ഫാറ്റ് അടങ്ങിയ കാര്യങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ശരീരത്തിൽ നോർമൽ രീതിയിൽ അത്യാവശ്യമാണ്. അതിൻ്റെ വാല്യൂ നോർമൽ രീതിയിൽ നിൽക്കണം. കാരണം നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് മെറ്റബോളിസത്തിന് എല്ലാം ട്രൈഗ്ലിസറൈഡ് അത്യാവശ്യമാണ്. ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഇവയെല്ലാം തന്നെ അത്യാവശ്യമാണ്. പക്ഷേ ട്രൈഗ്ലിസറൈഡ് വാല്യൂ കൂടുന്ന കണ്ടീഷനുണ്ട്. ഇതിൻ്റെ ഫലമായി അമിതമായി കൊഴുപ്പ് നമ്മുടെ ബ്ലഡ് വെസൽസ് അഥവാ രക്തക്കുഴലുകൾക്കുള്ളിൽ അടിയുകയും ഇതിൻ്റെ ഫലമായിട്ട് ഹാർട്ടിലോട്ടുള്ളതും ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് വെസൽസ് ഈ കൊഴുപ്പ് അടിയുന്നത് മൂലം അവിടെ ബ്ലഡ് സപ്ലൈക്ക് തടസ്സം ഉണ്ടാകുകയും ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ട്രൈഗ്ലിസറൈഡ് നോർമൽ വാല്യൂ 60 മുതൽ 160 വരെയാണ്. 160 മില്ലിഗ്രാം പെർസെൻറ്റേജ് അഥവാ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയാണ്. ഇപ്പോൾ നോർമൽ രീതിയിൽ ഇത്രയും ആകണം നമ്മുടെ ശരീരത്ത്. അതേസമയം 160 അല്ലെങ്കിൽ 200 ഇതിനൊക്കെ മുകളിലോട്ട് വരുമ്പോൾ നമ്മുടെ ശരീരം എന്താണ്? റിസ്കിലാണ്. ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും നമ്മുടെ ശരീരത്ത് നോർമൽ രീതിയിൽ വേണം. അതേസമയം ഇവ രണ്ടും കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ് ഇവയെല്ലാം തന്നെ അമിതമാകുമ്പോൾ ബ്ലഡ് വെസൽസുകൾക്കുള്ളിൽ കൊഴുപ്പടിയുകയും അഥവാ ഫാറ്റ് അടിയുകയും ഇതിൻ്റെ ഫലമായി ബ്ലഡ് സർക്കുലേഷന് തടസ്സം സംഭവിക്കുകയും ഹാർട്ടിലോട്ടുള്ളതും ബ്രെയിനിലോട്ടുള്ളതുമായ സർക്കുലേഷന് തടസ്സം സംഭവിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ബ്ലഡ് വെസൽസിനുള്ളിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് അതെറോസ്ക്ലിറോസിസ് എന്ന്. അതായത് ആർട്ടറി അഥവാ ബ്ലഡ് വെസൽസുകൾക്കുള്ളിൽ ഫാറ്റ്, കൊഴുപ്പ് അടിയുന്ന കണ്ടീഷനെയാണ് അതെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ട്രൈഗ്ലിസറൈഡ് ഒക്കെ ഒരുപാട് കൂടുമ്പോൾ നമ്മുടെ ശരീരത്ത് കൊളസ്ട്രോൾ കൂടുമ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം അതിൽ ചിലപ്പോൾ HDL ആയിരിക്കും കൂടുതൽ, അതല്ലെങ്കിൽ LDL ആയിരിക്കും കൂടുതലെന്ന് പറയാം. അതേസമയം ട്രൈഗ്ലിസറൈഡ് കൂടുകയാണെങ്കിൽ അത് റിസ്ക് ആണ്. കാരണം ബ്ലഡ് വെസൽസിനുള്ളിൽ ഫാറ്റ് അടിഞ്ഞ് അതെറോസ്ക്ലിറോട്ടിക് ആകും. ഇങ്ങനെ അതെറോസ്ക്ലിറോസിസ് സംഭവിക്കുന്നത് മൂലമാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷന് തടസ്സം സംഭവിച്ച് സ്ട്രോക്ക് ഇവയെല്ലാം ഉണ്ടാകുന്നത്. ഇത് കൂടാതെ ബ്രെയിനിലോട്ടും ഹാർട്ടിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷന് മാത്രമല്ല നമ്മുടെ ശരീരത്ത് കൈകളിൽ, കാലുകളിൽ ഇവയിലെല്ലാം തന്നെ ബ്ലഡ് വെസൽസ് ഉണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽസിൽ ഇങ്ങനെ കൊഴുപ്പ് അടിയുന്നത് മൂലം കാലുകളിലോട്ടും കൈകളിലോട്ടുമുള്ള സർക്കുലേഷന് തടസ്സം സംഭവിക്കുന്നു. കാരണം ഫാറ്റ് അവിടെ അടിഞ്ഞുകൂടുന്നതാണ്. അതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് വെസൽസ് സംബന്ധിക്കുന്ന പല അസുഖങ്ങളും ഉണ്ടാകുന്നു. പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് നമ്മൾ പറയും. അടുത്തത് HDL കൊളസ്ട്രോൾ. HDL കൊളസ്ട്രോൾ എന്ന് പറയുന്ന മറ്റൊരു പേര് ഗുഡ് കൊളസ്ട്രോൾ എന്നാണ്, അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നു. എന്താണ് ലിപ്പോപ്രോട്ടീൻ? ലിപ്പോപ്രോട്ടീൻ എന്നാൽ നമ്മുടെ ശരീരത്ത് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ഇവയെല്ലാം തന്നെ ആവശ്യമാണ്. നമ്മുടെ സെല്ലുകൾക്കെല്ലാം എനർജിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ട്രൈഗ്ലിസറൈഡിനൊക്കെ ആവശ്യമാണ്. നമ്മുടെ സെല്ലുകളിലോട്ടും ടിഷ്യൂസിലോട്ടും എല്ലാം ഇങ്ങനെയുള്ള കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും കൊടുക്കുന്നവരെയാണ് ലിപ്പോപ്രോട്ടീൻസ് എന്ന് പറയുന്നത്. 3 തരം ലിപ്പോപ്രോട്ടീൻസ് ആണ് ലിപ്പിഡ് പ്രൊഫൈലിനകത്ത് പറയുന്നത്. HDL ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അടുത്തത് LDL ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അടുത്തത് VLDL. ഈ 3 എണ്ണത്തിലും നമുക്ക് വേണ്ടത്, നമ്മുടെ ശരീരത്തിന് നല്ലത് HDL ആണ്. അതേസമയം LDL ഓ VLDL ഓ ശരീരത്ത് കൂടുന്നത് നമുക്ക് റിസ്ക് ആണ്. HDL കൊളസ്ട്രോൾ എന്ന് പറയുന്ന പേര് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ ഗുഡ് കൊളസ്ട്രോൾ എന്നാണ്. നമ്മുടെ ശരീരത്ത് ആവശ്യമാണ് ഈ ഒരു കൊളസ്ട്രോൾ. LDL കൊളസ്ട്രോളിനെക്കാട്ടിലും നമ്മുടെ ശരീരത്തെ ഏറ്റവും ആവശ്യം HDL കൊളസ്ട്രോൾ ആണ്. കാരണം നമ്മുടെ ശരീരത്തെ കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും എല്ലാം ശരീരത്തിൻ്റെ പല ഭാഗത്തും സെല്ലുകൾക്ക്, ടിഷ്യൂസിന് ഇവയിലെല്ലാം തന്നെ
നോർമൽ രീതിയിൽ എത്തിക്കണമെങ്കിൽ HDL കൊളസ്ട്രോൾ കൂടിയെങ്കിലേ മതിയാവൂ. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോളിനെ അഥവാ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതും HDL ആണ്. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ്, ഡയബറ്റിസ് ഇവയുടെ എല്ലാം തന്നെ റിസ്ക് കുറയ്ക്കുന്നതും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടും ബാഡ് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ് ഇവയെല്ലാം തന്നെ ഉണ്ടാകും. അപ്പോൾ ഇവയുടെ എല്ലാം റിസ്ക് കുറയ്ക്കുന്നത് HDL ആണ്. ഒരാളുടെ ശരീരത്തിൽ LDLനെക്കാട്ടിലും അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡിനെക്കാട്ടിലും എല്ലാം തന്നെ കൂടുതലായിട്ട് HDL കൊളസ്ട്രോൾ അഥവാ ഗുഡ് കൊളസ്ട്രോൾ വരേണ്ടത് അത്യാവശ്യമാണ്. ഇനി HDL കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ മെയിൽസിൽ 40 മുതൽ 65 mg/%, ഫീമെയിൽസിൽ 30 to 70 mg/%. എം ക്യാപിറ്റൽ സ്മോൾ g ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്ത് വേണ്ടത് HDL കൊളസ്ട്രോൾ, വേണ്ടാത്തത് LDL. വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ നോർമൽ രീതിയിൽ വേണം, അതേസമയം നോർമൽ വാല്യൂവിനേക്കാൾ കൂടാൻ പാടില്ല. ഏത്? LDL. അടുത്തത് വേറെ ഒരു തരത്തിലുള്ള കൊളസ്ട്രോൾ ആണ് LDL കൊളസ്ട്രോൾ. LDL കൊളസ്ട്രോൾ അഥവാ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ലിപ്പോപ്രോട്ടീൻ തന്നെയാണ് അല്ലേ? HDL, LDL, VLDL ഇവയെല്ലാമാണ് ലിപ്പോപ്രോട്ടീൻ. അപ്പോൾ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ ബാഡ് കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ HDL കൊളസ്ട്രോൾ ആണ് അത്യാവശ്യമായിട്ടും വേണ്ടത്. അത് നോർമലിനേക്കാൾ ഇച്ചിരി കൂടിയെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നും തന്നെ വരുന്നില്ല. HDL കൊളസ്ട്രോളിനെ അതുകൊണ്ട് തന്നെ ഗുഡ് കൊളസ്ട്രോൾ എന്നാണ് വിളിക്കുന്നത്. അതേസമയം LDL കൊളസ്ട്രോൾ നോർമൽ രീതിയേക്കാളും കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ അത് റിസ്ക് ആണ്. എന്ത് റിസ്ക് ആണ് വരുന്നത്? ബ്ലഡ് വെസൽസിനുള്ളിൽ ഫാറ്റ് അടിഞ്ഞ് ബ്ലഡ് സപ്ലൈക്ക് തടസ്സം ഉണ്ടാകും. അങ്ങനെ ആർട്ടറി നാരോ ആകും. അതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ പല ഭാഗങ്ങളിലോട്ടും ചെല്ലാതെയാകും. ശരീരത്തെ HDL കൊളസ്ട്രോൾ അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ലിപ്പോപ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്താ? കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും എല്ലാം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ HDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ HDL ലിപ്പോപ്രോട്ടീൻ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ചെയ്യുന്നത് ഇപ്പോൾ കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും സെല്ലുകളിൽ കൊണ്ടു കൊടുത്തിട്ട് അവയ്ക്ക് ആവശ്യമില്ലാത്തതിനെ കൊണ്ടുവന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്, തിരിച്ചു കൊണ്ടുവന്ന്. അതേസമയം LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ LDL ലിപ്പോപ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ചെയ്യുന്നത് കൊളസ്ട്രോളിനെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യും, പക്ഷേ അവർ തിരിച്ചത് എടുത്തുകൊണ്ട് വരികയില്ല. ഇനി LDL കൊളസ്ട്രോളും ഇതുപോലെ തന്നെ കൊളസ്ട്രോളിനെ ഓർഗനുകളിലോട്ടും ബ്ലഡ് വെസൽസുകളിലോട്ടും എല്ലാം തന്നെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഫാറ്റിൻ്റെ അളവ് അഥവാ കൊഴുപ്പിൻ്റെ അളവ് ഒരുപാട് കൂടുകയാണെങ്കിൽ LDL കൊളസ്ട്രോളിന് ഈ കൊളസ്ട്രോളിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാതെ വരുന്നു. ഇതിൻ്റെ ഫലമായി ബ്ലഡ് വെസൽസുകളിൽ കൊഴുപ്പ് അഥവാ ഫാറ്റ് കൂടുതലായി അടിയുകയും ഇതിൻ്റെ ഫലമായിട്ട് ആർട്ടറി അഥവാ ബ്ലഡ് വെസൽസിന് ചുരുക്കം സംഭവിക്കുകയും ചെയ്യുന്നു. ചുരുക്കം സംഭവിക്കുക എന്ന് പറയുന്നത് അവിടെ കൊഴുപ്പ് ബ്ലഡ് വെസൽസുകളിൽ കൊഴുപ്പടിഞ്ഞ് അവിടെ സർക്കുലേഷന് തടസ്സം വരുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ HDL കൊളസ്ട്രോൾ ആണ് വേണ്ടത്. LDL കൊളസ്ട്രോൾ നോർമലിനേക്കാൾ കൂടാൻ പാടില്ല. LDL കൊളസ്ട്രോൾ കൂടുതലായി ഈ ബ്ലഡ് വെസൽസിൽ അടിയുന്നത് മൂലം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു ഇല്ലേ? ബ്ലഡ് വെസൽസുകളിലെ ഹാർട്ടിലോട്ടുള്ള ആണെങ്കിലും ഉള്ള ബ്ലഡ് വെസൽസിൽ ഫാറ്റ് കൂടുതൽ അടിഞ്ഞ് അവിടെ സർക്കുലേഷന് തടസ്സം സംഭവിക്കുകയും ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് പോകാതെ വരികയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി ഹാർട്ടിലെ മസിൽസിനാണെങ്കിലും ഡാമേജ് സംഭവിക്കുകയും ഇതിൻ്റെ ഫലമായി ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് കൂടാതെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് വെസൽസുകൾക്കുള്ളിൽ ഫാറ്റ് അടിയുകയും ഇതിൻ്റെ ഫലമായി സ്ട്രോക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് കൂടാതെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മുടെ കൈകളിലും കാലുകളിലും എല്ലാം തന്നെ ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ഓരോ ബ്ലഡ് വെസൽസുകളിലും ഫാറ്റ് അടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പെരിഫറൽ വാസ്കുലാർ ഡിസീസ് ഉണ്ടാകും. വാസ്കുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണ്. അപ്പോൾ ബ്ലഡ് വെസൽസുകളിൽ പ്രത്യേകതരം ഡിസീസ് ഉണ്ടാകുകയും ചെയ്യുന്നു. കൊഴുപ്പടിയുന്നത് മൂലം സർക്കുലേഷന് തടസ്സം സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് കാലുകളിലേക്കുള്ള ബ്ലഡ് വെസൽസുകൾക്കാണ് അവിടെ കൊഴുപ്പടിയുകയും അവിടെ ബ്ലഡ് സർക്കുലേഷന് തടസ്സം സംഭവിക്കുകയും ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കാലുകളിലെ ആണെങ്കിലും ഓരോ സെല്ലുകളിലും ബ്ലഡ് സർക്കുലേഷൻ എത്താതെ വരുന്നു ഇല്ലേ? ഇതിൻ്റെ ഫലമായി സെൽ ഡെത്ത് ഉണ്ടാകുകയും അതുവഴി ഗ്യാൻഗ്രീൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ഗ്യാൻഗ്രീൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാരണം സർക്കുലേഷൻ ചെല്ലാതെ വരുമ്പോൾ നമ്മുടെ കാലുകളിലുണ്ടാകുന്ന ചെറിയ ചെറിയ വ്രണങ്ങൾ പോലെയൊക്കെ ആവുന്നു.
ഡെത്തിനെയാണ് നമ്മൾ ഗാൻഗ്രീൻ എന്ന് പറയുന്നത്. ഗാൻഗ്രീൻ എന്ന് പറഞ്ഞാൽ സെൽ ഡെത്തിനെയാണ്. എന്ന് വെച്ചാൽ സെൽ ഡെത്ത് എന്ന് വെച്ചാൽ ബ്ലഡ് സപ്ലൈക്ക് ഉണ്ടാകുന്ന സെൽ ഡെത്താണ് ഗാൻഗ്രീൻ എന്ന് പറയുന്നത്. ഡയബറ്റിക് ഉള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ടും ഈ ഗാൻഗ്രീൻ കണ്ടുവരുന്നത്, അല്ലെ ഡയബറ്റിക് ഫൂട്ട് എന്നൊക്കെ പറയും. അപ്പം എങ്കിൽ തന്നെയും കൊളസ്ട്രോൾ ആണെങ്കിലും കൂടുതലായിട്ട് ബ്ലഡ് വെസൽസുകൾക്കുള്ളിൽ അടിയുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗാൻഗ്രീനിലോട്ട് മാറുകയും ചെയ്യും. അപ്പോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്ത് നോർമലിലോ അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞാണെങ്കിലും കാണണം, അതേസമയം വാല്യൂ കൂടാൻ പാടില്ല. ഇനി ഡയബറ്റീസും കൊളസ്ട്രോളും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ഡോക്ടേഴ്സ് ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യാൻ പറയും. ഇതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു ട്രൈഗ്ലിസറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എനർജിയുടെ ഒരു സോഴ്സ് ആണ്, അതായത് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ട്രൈഗ്ലിസറൈഡ് രൂപത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ, അതായത് ഡയബറ്റിക് ഉള്ള ആൾക്കാരുടെ കേസിൽ എന്താണ് ഉണ്ടാകുന്നത്? ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായി കൂടുകയാണ് അല്ലേ? അപ്പോൾ ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മുടെ ബോഡി അതിനെ തിരിച്ചറിയുന്ന എനർജി ആയിട്ടാണ് അല്ലേ? അപ്പോൾ അമിതമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്ത് പറ്റുന്നു? കൂടുതലായി സ്റ്റോർ ചെയ്യുന്നു. ആര്? ട്രൈഗ്ലിസറൈഡ് എനർജി ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ബാഡ് കൊളസ്ട്രോൾ അഥവാ ട്രൈഗ്ലിസറൈഡ് ഇവയെല്ലാം തന്നെ ഡയബറ്റിക് പേഷ്യൻസിൽ കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസിൽ കൂടുതലായി ഉണ്ടാകുന്ന ഈ ഗ്ലൂക്കോസിനെ ട്രൈഗ്ലിസറൈഡ് എനർജി ആയിട്ട് കരുതും. അപ്പോൾ അമിതമായി ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതെല്ലാം തന്നെ കൂടുതലായി ഫാറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫാറ്റ് ശരീരത്തിൽ കൂടുന്നത് നല്ലതാണോ? അല്ല. കാരണം ബ്ലഡ് വെസൽസുകളിൽ ചെന്ന് അടിയുന്നു ഇല്ലേ? ബ്ലഡ് വെസൽസിൽ ചെന്ന് അടിയുന്ന സെയിം കൊളസ്ട്രോൾ കൂടുന്ന എന്തൊക്കെ കണ്ടീഷനാണോ വരുന്നത് അവയെല്ലാം തന്നെ ഷുഗർ കൂടുന്ന ആൾക്കാരിലും അഥവാ ഡയബറ്റിക് ഉള്ള ആൾക്കാരിലും കണ്ടുവരുന്നു. അപ്പോൾ ഡയബറ്റിക് ഉള്ളവരിൽ ഈ പറയുന്ന ഗ്ലൂക്കോസിനെ എന്തായിട്ട് കരുതുന്നു? ഈ പറയുന്ന കലോറി എന്തായിട്ട് കരുതുന്നു? ഫാറ്റായിട്ട് കരുതുന്നു. ഈ ഫാറ്റിനെ കൂടുതലായി സ്റ്റോർ ചെയ്യുന്നു. കാരണം കൂടുതലായി ഗ്ലൂക്കോസ് ഉണ്ടാകുകയാണ്. ഇങ്ങനെ കൂടുതലായി ഫാറ്റ് ഉണ്ടാവുകയും ഇതിൻ്റെ ഫലമായി ബ്ലഡ് വെസൽസുകൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകാം, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസുകൾക്ക് ബ്ലോക്കേജ് ഉണ്ടാകാം, ഇവയെല്ലാം തന്നെ ഉണ്ടാകുന്നു. ഇത് തന്നെ സെയിം ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പെരിഫറൽ വാസ്കുലർ ഡിസീസ് ഇങ്ങനെയൊക്കെയുള്ള പല കണ്ടീഷനും ഉണ്ടാകുന്നു ഡയബറ്റീസ് മൂലം. എൽ ഡി എൽ കൊളസ്ട്രോളിനെ പറ്റിയാണ് പറഞ്ഞത് ഇല്ലേ? എൽ ഡി എല്ലിൻ്റെ നോർമൽ വാല്യൂ ലെസ് ദാൻ 100, അതായത് നമുക്ക് ആവശ്യം വേണ്ടത് 100 മാത്രം മതി. അതേസമയം 101 മുതൽ 129 വരെ ബോർഡർ ലൈൻ ആണെന്ന് പറയാം, അത് വലിയ പ്രശ്നമില്ല. അതേസമയം 130 മുകളിലാകുവാണെങ്കിൽ, 130 to 160 ആണെങ്കിൽ അത് കൂടുതലാണ്. എങ്കിൽ തന്നെ 160 മുകളിൽ വരികയാണെങ്കിൽ അത് ഒരുപാട് കൂടുതലാണ്, അത് റിസ്ക്കുമാണ്. ട്രൈഗ്ലിസറൈഡ്, എൽ ഡി എൽ ഇവയെല്ലാം തന്നെ ശരീരത്തിൽ ഒരുപാട് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ ഡയബറ്റിക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഡയബറ്റിക് ഉള്ളവർക്കും കൊളസ്ട്രോൾ അഥവാ ട്രൈഗ്ലിസറൈഡ് ഇവയെല്ലാം തന്നെ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാം പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഡയബറ്റിക് ഉള്ള ആൾക്കാരോട് ഏകദേശം 6 മാസം കൂടിയിരിക്കുമ്പം ലിപ്പിഡ് പ്രൊഫൈലൂടെ ടെസ്റ്റ് ചെയ്യാൻ പറയും. കാരണം അവരിൽ ഈ ഒരു ട്രൈഗ്ലിസറൈഡിൻ്റെ ഒക്കെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇത് വി എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അപ്പോൾ ഇതൊരു തരത്തിലുള്ള ബാഡ് കൊളസ്ട്രോൾ ആണ്, എന്ന് വെച്ചാൽ ചീത്ത കൊളസ്ട്രോൾ ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വി എൽ ഡി എല്ലും അമിതമായി കൂടാൻ പാടില്ല. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടുമ്പോൾ വി എൽ ഡി എല്ലും കൂടും. ട്രൈഗ്ലിസറൈഡ് കൂടുമ്പോൾ വി എൽ ഡി എല്ലും കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വി എൽ ഡി എല്ലിന് നമ്മൾ കാൽക്കുലേഷൻ ഉണ്ട്. അതായത് ട്രൈഗ്ലിസറൈഡ് ഡിവൈഡഡ് ബൈ 5 ആണ് വി എൽ ഡി എൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ട്രൈഗ്ലിസറൈഡ് കണികകൾ ചേരുന്നതാണ് ഒരു വി എൽ ഡി എൽ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടുമ്പോൾ വി എൽ ഡി എല്ലും കൂടുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വി എൽ ഡി എൽ കൂടാൻ പാടില്ല. കാരണം ട്രൈഗ്ലിസറൈഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വി എൽ ഡി എല്ലും കൂടും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിനകത്ത് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, എച്ച് ഡി എൽ, എൽ ഡി എൽ, വി എൽ ഡി എൽ. അതിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്ക് കൊളസ്ട്രോൾ മാത്രമായി ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് അഥവാ വാല്യൂ കൂടുതലാണെങ്കിലും നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എച്ച് ഡി എൽ കൊളസ്ട്രോളും അതിനകത്ത് കൂടാം, കാരണം ഗുഡ് കൊളസ്ട്രോളും കൂടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എച്ച് ഡി എൽ പ്ലസ് എൽ ഡി എല്ലൂടെ ചേരുന്നതാണ് ശരിക്കും കൊളസ്ട്രോൾ. എച്ച് ഡി എൽ കൂടിക്കഴിഞ്ഞാലും കൊളസ്ട്രോൾ കൂടും, എൽ ഡി എൽ കൂടിക്കഴിഞ്ഞാലും കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയണമെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിനകത്ത് വരുന്നതാണ് ബാക്കിയുള്ള ടെസ്റ്റുകളാണ് കൊളസ്ട്രോൾ കൂടാതെ ട്രൈഗ്ലിസറൈഡ്, എച്ച് ഡി എൽ, എൽ ഡി എൽ,
VLDL. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് നോർമൽ രീതി വേണം. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ എനർജിയുടെ സോഴ്സ് ആയിട്ടാണ് കരുതുന്നത്, എനർജി പാക്കറ്റ് ആയിട്ടാണ് കരുതുന്നത്. നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ ഓരോന്നും തന്നെ അവയുടെ ആവശ്യം വരുമ്പോൾ ഈ ഒരു ട്രൈഗ്ലിസറൈഡിനെയാണ് എനർജി ആയിട്ട് എടുക്കുന്നത്. അതേസമയം HDL, അടുത്തത് HDL എന്ന് വെച്ചാൽ ട്രൈഗ്ലിസറൈഡ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കൂടാൻ പാടില്ല, അതറിയാമല്ലോ. അടുത്തത് HDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത്. HDL എന്ന് പറഞ്ഞ ഒരു ലിപ്പോ പ്രോട്ടീൻ ആണ്. അപ്പോൾ HDL ഗുഡ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ നോർമൽ രീതി വേണം. ഈ പറയുന്ന ബാഡ് കൊളസ്ട്രോളിനെ ഹാർട്ട് ഡിസീസ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ HDL നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടാവണം. അപ്പോൾ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും നമ്മുടെ ശരീരത്തിൽ വേണം, കാരണം നമ്മുടെ ഓരോ സെല്ലുകളുടെ ഫംഗ്ഷനും എല്ലാത്തിനും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും വേണം. അതേസമയം ട്രൈഗ്ലിസറൈഡ് ആണെങ്കിലും ഒരുപാട് അളവ് നോർമൽ വാല്യൂവിനേക്കാൾ ഒരുപാട് കൂടാൻ പാടില്ല. അപ്പോൾ HDL പറഞ്ഞു. അടുത്തത് LDL എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ അഥവാ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നു. അപ്പോൾ ബാഡ് കൊളസ്ട്രോളിൻ്റെ കേസിലും ഇതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നോർമലിനേക്കാൾ ഒരുപാട് കൂടാൻ പാടില്ല. അത് കഴിഞ്ഞ് VLDL ട്രൈഗ്ലിസറൈഡ് കൂടുമ്പോൾ VLDL കൂടും. അപ്പം ട്രൈഗ്ലിസറൈഡ്, LDL, VLDL നമ്മുടെ ശരീരത്തിൽ കൂടാൻ പാടില്ല. ഏറ്റവും വേണ്ടത് HDL ആണ് കൂടുതലായിട്ടും വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രൈഗ്ലിസറൈഡ്, LDL കൊളസ്ട്രോൾ ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം കഴിവതും കുറയ്ക്കുക, അല്ലേ? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം എന്തിനാണ് കുറയ്ക്കുന്നത്? നമുക്കറിയാം, കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അന്നജം, ഇതിൽ നിന്ന് കിട്ടുന്ന എന്താണ്? ഗ്ലൂക്കോസ് ആണ്, അല്ലേ? അപ്പോൾ ആ ഗ്ലൂക്കോസിനെയും അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഫാറ്റായിട്ട് കരുതി ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നു. കൂടുതലായി ഫാറ്റ് സ്റ്റോർ ചെയ്യുകയും നമ്മുടെ ബ്ലഡ് വെസൽസുകളിലോട്ടെല്ലാം അവയെ കൊണ്ട് കൊടുക്കും, അവിടെ ബ്ലോക്കേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങളുടെ അളവ് കുറയ്ക്കുക. കൂടാതെ പച്ചക്കറികൾ, ഫൈബർ അടങ്ങിയ എന്ന് വെച്ചാൽ നാരടങ്ങിയ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക, പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക. ഇവയെല്ലാം തന്നെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കും. കൂടാതെ LDL കൊളസ്ട്രോൾ ഒക്കെ കൂടുന്നത് നമ്മൾ വറുത്തരച്ച ആഹാരം കഴിക്കുന്നു, അതുപോലെ തന്നെ ട്രാൻസ്ഫാറ്റ് എന്ന് പറഞ്ഞാൽ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ഫുഡ്, ഇവയിലെല്ലാം തന്നെ LDL കൊളസ്ട്രോൾ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം അമിതമായി ഉപയോഗിക്കുന്നത് മൂലം LDL കൊളസ്ട്രോൾ കൂടും. അപ്പോൾ ഇവയെല്ലാം തന്നെ ഒഴിവാക്കുക. പിന്നീട് എക്സസൈസ് ചെയ്യുക. കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്നതിലൂടെ HDL കൊളസ്ട്രോൾ കൂടും. അപ്പോൾ എക്സസൈസിലൂടെ HDL കൊളസ്ട്രോൾ കൂടും. കൂടാതെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഫിഷ് എല്ലാം കഴിക്കുക. ഇതെല്ലാം ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷന് നൽകുക. omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ സാർഡിൻ ഇതുപോലുള്ള ഫിഷ് എല്ലാം കഴിക്കുക. ഇതെല്ലാം തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കി ഫൈബർ അടങ്ങിയ പച്ചക്കറികൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വറുത്തരച്ച ആഹാരങ്ങൾ പരമാവധി ഉപേക്ഷിക്കുക, ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഫുഡ് ഉപേക്ഷിക്കുക, എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യുക, omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള കൂടുതലായിട്ട് ഫിഷ് ഉപയോഗിക്കുക. ഇവയിലെല്ലാം തന്നെ നമുക്ക് ട്രൈഗ്ലിസറൈഡും LDL കൊളസ്ട്രോളും, അതായത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ചീത്ത കൊളസ്ട്രോളിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലിപ്പിഡ് പ്രൊഫൈലിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.